ഞാൻ ഇന്നലെ മമ്മൂട്ടിയുടെ പാട്രിയറ്റ് എന്ന സിനിമ കണ്ടു. വളരെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. നമ്മളെന്താണോ പ്രതീക്ഷിച്ചു പോയത് അത് അതേപടി മഹേഷ് നാരായണ ചിത്രത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി അതുപോലെ തന്നെ മഹേഷ് നാരായണൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണല്ലോ, കണ്ടന്റിന് പ്രാധാന്യമുള്ളൊരു സിനിമ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊരുപാട് ആധുനിക ടെക്നോളജിക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ആ ടെക്നോളജി മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതിൻ്റെ അപായ സൂചനകൾ, അത് നമ്മെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു വിഷയം തന്നെ കൈകാര്യം ചെയ്യാൻ മഹേഷ് നാരായണൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രേക്ഷകനെന്ന നിലയിൽ എപ്പോഴും ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് സിനിമ മാത്രം കാണുക എന്നുള്ളതല്ലല്ലോ. സിനിമ കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അത്തരത്തിൽ നമുക്കൊരു സാമൂഹിക മെസ്സേജുള്ളൊരു സിനിമയാണ് പാട്രിയറ്റ്. തീർച്ചയായിട്ടും കുടുംബം ഒന്നടങ്കം കാണുന്ന സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ എല്ലാവരും അത്രത്തോളം ഗൗരവകരമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് അത്ര നല്ലൊരു വിഷയം വലിയ താരനിരയിൽ വെച്ച് കൈകാര്യം ചെയ്തപ്പോൾ സിനിമയ്ക്ക് പറ്റിയ ചില പാളിച്ചകളുണ്ട്. വിഷയം എന്ത് തന്നെയായാലും നമ്മൾ കാണുന്നത് സിനിമയാണല്ലോ. സിനിമയ്ക്ക് സിനിമയുടേതായ രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ മഹേഷ് നാരായണൻ ഇവിടെ അത്തരം ചില കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മമ്മൂട്ടിയുടെ ഒരു ലുക്കൊക്കെ മാസ് എന്ന് തന്നെ പറയണം. ആ കഥാപാത്രത്തിനനുസൃതമായ രീതിയിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മമ്മൂട്ടിക്ക് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മമ്മൂട്ടിയുടെ പ്രായം ഒരു വയസ്സ് കൂടുകയാണ്. പക്ഷേ പുള്ളിക്ക് ആ സിനിമയിൽ ആ കൂടിയ പ്രായത്തിൻ്റെ ആവശ്യമൊന്നും പുള്ളിക്ക് സിനിമയിൽ കാണാനുണ്ടാവില്ല. പുള്ളി എപ്പോഴും ആ കഥാപാത്രമായിട്ട് പുള്ളി അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അതിനിപ്പോൾ 45-കാരനാണെങ്കിലും ഇനി 55-കാരനാണെങ്കിലും ഇനി ഏത് പ്രായമായാലും പുള്ളി അതിനോട് കട്ടക്ക് നിൽക്കും. അതാണ് പുള്ളി കഴിഞ്ഞ സിനിമകളിലൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു വ്യത്യസ്തമായ വേഷമാണ് പുള്ളി പാട്രിയറ്റിൽ ചെയ്തിട്ടുള്ളത്. വളരെ ഗംഭീരം എന്ന് പറയണം, വളരെ ഗംഭീരം. ഈ പ്രായത്തിലും പുള്ളിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോറി അമാസിങ് മാൻ. അതിനേക്കാളും വലിയൊരു ക്യാരക്ടർ റോൾ മമ്മൂട്ടി ഇനി ചെയ്യാനില്ല ഈ പ്രായത്തിൽ. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ചതിക്കുഴിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും അതിനോടനുസൃതമായ രീതിയിൽ നീതി പുലർത്തുവാൻ മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, മറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. നല്ല എഡിറ്റിങ്ങിനോടൊപ്പം തന്നെ നല്ല തിരക്കഥയും നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ പോരായ്മ എന്ന് പറയുന്നത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ അത്രയും ദൈർഘ്യിപ്പിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് ചില ഇടങ്ങളിൽ തോന്നും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്നിടത്തേക്ക് തന്നെ ക്ലൈമാക്സിനെ കൊണ്ടുവരുന്നതിന് പകരം ഈ കഥ മുഴുവനായിട്ടും നമ്മളോട് പറഞ്ഞു തരുന്ന രീതിയിലേക്ക് മഹേഷ് നാരായണൻ മാറി. പുള്ളിയുടെ സ്വഭാവം പല സിനിമകളിലും ആ രീതിയിലേക്ക് തന്നെയാണ്. പക്ഷെ ഇതൊരു മൾട്ടി സ്റ്റാർ ലെവൽ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഡിജിറ്റൽ ചതിക്കുഴിക്കാനുള്ള ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് കുറച്ചും കൂടി നേരത്തെ ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 3 മണിക്കൂർ എന്നുള്ളത് ഒരു 10-20 മിനിറ്റ് പിന്നെയും കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുമായിരുന്നു. എങ്കിൽ സിനിമയുടെ ലെവൽ ഒന്നുകൂടി മാറിയേനെ. ചിലയിടങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രംഗങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ക്ലൈമാക്സിലേക്ക് എത്തിയാൽ മതിയെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 മണിക്കൂർ നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു പോരായ്മയോ തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ആരുടെ പ്രതീക്ഷ എന്താ? മലയാളത്തിൻ്റെ മഹാ അവതാരം മോഹൻലാൽ എത്തുക. കാരണം പലരും, ഞാനടക്കമുള്ള ആളുകൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ പക്ഷത്തും അവർ മോഹൻലാലിൻ്റെ പക്ഷത്തും പരസ്പരം ചെളിവാരി എഴുതുക, വിമർശിക്കാൻ ഒക്കെ ഉണ്ടെങ്കിലും ഇവർ ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് ഓണവും പെരുന്നാളും ഒരുമിച്ച് കിട്ടിയൊരു പ്രതീതിയാണ് കിട്ടുന്നത്. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് തന്നെ വേണം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പോരായ്മയാണ് ഈ സിനിമയെ നന്നായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഇന്റർവെല്ലോട് കൂടിയിട്ട് റഹീം വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് മമ്മൂട്ടി ഇന്റർവെല്ലിന് മുമ്പേ തരുന്നുണ്ട്. പക്ഷേ റഹീം നയിക്കുന്ന കഥാപാത്രത്തിന് നമ്മൾ കാത്തിരിക്കുന്നവരും വൈകുന്നു, ഇന്റർവെല് കഴിഞ്ഞിട്ടും വൈകുന്നു. പിന്നെ നല്ലൊരു സമയത്ത് തന്നെ മോഹൻലാൽ എത്തുന്നു. മോഹൻലാൽ എത്തിയത് മുതൽ സിനിമയ്ക്ക് ഒന്നുകൂടി ജീവൻ വെക്കുന്നു. ഭയങ്കര ലെവലിലേക്ക് സിനിമ മാറുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ട് സിനിമ കൊണ്ടുവന്നു. മോഹൻലാലിന്റെ ക്യാരക്ടർ, കിട്ടിയ റോള് മോഹൻലാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കഥയ്ക്ക് അനുസൃതമായ രീതിയിലാണ് മോഹൻലാലിന്റെ വേഷം കൊടുത്തിട്ടുള്ളത്. അവരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാതെ മമ്മൂട്ടി മോഹൻലാലിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു മാസ് മസാല ബബ്ബ മോഡലിലേക്ക് സിനിമ പോകുമെന്ന് അവർ പറഞ്ഞിട്ടില്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത ആ രീതിയിലേക്ക് തന്നെ സിനിമ പോയിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിനെ പോലൊരു താരത്തെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ചങ്കുറ്റം ഇല്ലായ്മയാണോ അല്ലെങ്കിൽ സംവിധായകന്റെ മറവിയാണോ? സംവിധായകൻ സിനിമയ്ക്കപ്പുറത്തേക്ക് മാറിയതാണോ എന്നറിയില്ല. സംവിധായകൻ ഈ ഡിജിറ്റൽ ചതിക്കുഴിക്കെതിരെയുള്ള ഒരു വലിയൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ മോഹൻലാൽ എന്നൊരു ബ്രാൻഡ് നെയിമിനെ അദ്ദേഹം മറന്നുപോയതായിരിക്കാനാണ് സാധ്യത. കാരണം ഡിജിറ്റൽ ചതിക്കുഴി എന്നൊരു വലിയൊരു സംവിധാനത്തെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് സിനിമയിലൂടെയാണെന്നുള്ള ബോധം മഹേഷ് നാരായണന് വേണം. യാഥാർത്ഥ്യത്തിന് നടുവിലേക്ക് നമ്മൾ ജീവിക്കാൻ പോവുകയല്ല, നമ്മൾ സ്ക്രീനിലൂടെ ഇത് കാണുകയാണ് ഒരു വിനോദ ഉപയോഗം എന്ന രീതിയിൽ. അപ്പോൾ ആ വിനോദത്തിന് ആവശ്യമായ രീതിയിലേക്ക് ആ താരങ്ങളെ യൂസ് ചെയ്യുവാൻ കൂടി മഹേഷ് നാരായണന് സാധിക്കണമായിരുന്നു. അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. സിനിമ നല്ലതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോഴും ഈ ഒരു പോരായ്മ നമ്മളെ, കാരണം ആസ്വാദനത്തെ അത് ബാധിച്ചു. കാരണം മോഹൻലാലിനെ പോലത്തെ ഒരു ക്യാരക്ടറിന് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഈ ഡിജിറ്റൽ ചതിക്കുഴിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൂടെ ഉണ്ടാകുന്നു. മോഹൻലാലിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലൊക്കെ മോഹൻലാലിന്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ യഥാർത്ഥത്തിൽ കഥാപാത്രത്തിൽ അത്ര ഡെപ്ത് കൊടുത്തിട്ടുള്ളൂ മോഹൻലാലിന്. പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് മോഹൻലാലിന്റെ സാന്നിധ്യം.
പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ ഒരു ക്ലൈമാക്സ് വരെ മോഹൻലാൽ നീണ്ടു നിൽക്കണം ആഗ്രഹിക്കുന്ന ചില ഘട്ടങ്ങളൊക്കെ അവിടെ ഒന്നും മോഹൻലാൽ എത്താൻ പറ്റുന്നില്ല. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ആദ്യമേ എക്സ്പെക്ട് ചെയ്തതാണെങ്കിലും വളരെ നല്ല രീതിയിൽ കലാശിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ ആ കഥയ്ക്കനുസൃതമായ ക്ലൈമാക്സ് അത് തന്നെയാണ്, ആ രീതിയിലേക്ക് തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സ് പോകേണ്ടത്. അത് അതേ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചില ഇടങ്ങളിൽ വന്ന പോരായ്മ, സിനിമയുടെ 3 മണിക്കൂറുള്ള ദൈർഘ്യം അത് വലിയൊരു പോരായ്മ തന്നെയാണ്. മറ്റൊന്ന്, മോഹൻലാലിനെ കിട്ടിയിട്ടും വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. കിട്ടിയ റോള് മോഹൻലാൽ ഭംഗിയാക്കുകയും മോഹൻലാൽ വന്ന ഇടങ്ങളിലൊക്കെ വലിയൊരു എനർജി നമുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോഹൻലാലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് മോഹൻലാൽ ഇല്ലാതാകുമ്പോൾ അത് വലിയൊരു നിരാശ ഉണ്ട്. പിന്നെ ക്ലൈമാക്സിലൊക്കെ മോഹൻലാലിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് അവിടെ ഇല്ലാതാവുന്നു. പക്ഷെ മോഹൻലാലിന് കിട്ടിയ വേഷം വളരെ നന്നായിട്ട് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളിലൊക്കെ അവർ പരസ്പരം പറയുന്ന സംഭാഷണങ്ങളൊക്കെ വളരെ കാലാനുസൃതമായ ഡയലോഗ് തന്നെയാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് മോഹൻലാൽ മമ്മൂട്ടിയോട് പറയുന്നത്, ഞാൻ അന്നേ ഇല്ലാതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പലതും കിട്ടുമായിരുന്നു. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കഴിഞ്ഞു പോയ പല സംഭവങ്ങളുമായിട്ട് ആ സംഭാഷണത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. കാരണം അപ്പൊക്കെ ഉണ്ടായ കയ്യടി അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത്, അതാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നൊരു കൂട്ടുകെട്ട്, അവരുടെ സഹോദര ബന്ധങ്ങൾ, അവർ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ ആഴം അത് ആ ഡയലോഗിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമക്കകത്ത് ഫഹദ് ഫാസിൽ പറയുന്ന സുപ്രധാനമായ ഒരു സംഭാഷണമാണ്, ഒരു സമൻസ് കയ്യിൽ കിട്ടിയാൽ മജിസ്ട്രേറ്റിനെ മാറ്റി കളയുന്ന ഒരു ചീത്ത സ്വഭാവം എനിക്കില്ല എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനം തന്നെയാണ്. അപ്പോൾ രാജ്യത്തിനകത്ത് കയറിക്കൂടിയ ഒരു വൈറസിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് സിനിമ. അത് നന്നായിട്ട് കൈകാര്യം ചെയ്തപ്പോഴും 3 മണിക്കൂർ എന്നൊരു ദൈർഘ്യം സിനിമയെ നമുക്കൊരു ആസ്വാദനത്തിന് മടുപ്പ് തോന്നിപ്പിക്കുകയും മോഹൻലാൽ എന്നൊരു താരത്തിന് ആ ആസ്വാദന മടുപ്പിനെ ബാധിക്കാതിരിക്കുന്ന രീതിയിലേക്ക് മോഹൻലാൽ എന്ന താരത്തിന് അവസാനം വരെ യൂസ് ചെയ്യാൻ മഹേഷ് നാരായണന് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സിനിമയുടെ ലെവൽ മാറിയാണ്, സിനിമ മറ്റൊരു ലോകത്തേക്ക് എത്തിയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാട്രിയറ്റ് അത് മലയാളത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു സിനിമ തന്നെയാണ്. കാണണം, കാരണം ലോകത്ത് പലയിടങ്ങളിൽ സിനിമയുണ്ട്, ഹോളിവുഡ്, ബോളിവുഡ്, ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ മലയാളം. പക്ഷെ ലോക സിനിമയിൽ ആർക്കുമില്ലാത്തൊരു ഭാഗ്യമാണ് നമുക്ക് എപ്പോഴും ഇന്നും കിട്ടിയിട്ടുള്ളത്. കാരണം മമ്മൂട്ടി, മോഹൻലാൽ അവർ ജീവിച്ചിരിക്കുന്ന ആ സിനിമാ ലോകത്ത് നമ്മൾ ജീവിക്കുക, നമ്മൾ ആ സിനിമ കാണുക, അവർ ഒന്നിച്ച് സ്ക്രീനിലുണ്ടാവുക, ഇതൊക്കെ ഒരു ഹോളിവുഡിലും ഒരു ബോളിവുഡിലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചിട്ടുള്ളത് മല്ലോവുഡിലാണ്, മലയാളത്തിൽ. ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ വരണം. കാരണം അത് നമുക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. നമ്മളെ അതിനെ എൻജോയ് ചെയ്യുന്നുള്ളൂ, നമ്മളെ അതിനെ ആഘോഷിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒരു ഇക്കയും ഒരു ഏട്ടനും, മമ്മൂട്ടിയും മോഹൻലാൽ, അത് മലയാളത്തിൻ്റെ ഐശ്വര്യം തന്നെയാണ്. അതിനെ കവച്ചു വെക്കാൻ ഒരു വാഴകൾക്കും സാധിക്കില്ല എന്ന് പേട്രിയറ്റ് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ പേട്രിയറ്റ് ഒരു സിനിമ വിനോദം എന്ന നിലയിൽ മഹേഷ് നാരായണന് കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം നല്ല രീതിയിൽ മഹേഷ് നാരായണൻ കാണിച്ചിരുന്നെങ്കിൽ സിനിമയുടെ ലെവൽ മാറിയന്. മഹേഷ് നാരായണൻ കൊണ്ടുവന്ന കണ്ടന്റ് അത് കാലത്തിന് ആവശ്യമായ കണ്ടന്റ് തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം വിജയിച്ചപ്പോഴും സിനിമ ഒരു വിനോദം എന്ന നിലയിലേക്ക് ഒരുക്കി പ്രേക്ഷകർക്ക് ആസ്വാദനം നൽകുന്ന കാര്യത്തിൽ മഹേഷ് നാരായണൻ പരാജയപ്പെട്ടു പോയി എന്ന് മാത്രമേ ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ബാക്കി ചിത്രത്തിന്റെ എല്ലാ വശങ്ങളും കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയുന്നില്ല, എന്നാലും ഒറ്റയടിക്ക് പറയാം. നമുക്ക് മോശമായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ബാക്കി പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ എല്ലാ വശങ്ങളിലും വൻ പോസിറ്റീവ് തന്നെയാണ്. ഒന്നും നമുക്ക് മോശം പറയാനില്ല, അത് കിഡുവായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആകെ കൂടെ നിരാശ സമ്മാനിച്ചിട്ടുള്ളത് ഈ 3 മണിക്കൂർ ദൈർഘ്യം മോഹൻലാലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊന്നും കിട്ടിയില്ല. കുറച്ചുകൂടി പ്രദർശിപ്പിക്കാമായിരുന്നു മോഹൻലാലിന്റെ ഭാഗങ്ങൾ. ആ കാര്യത്തിൽ ഒരു പക്ഷേ മഹേഷ് നാരായണൻ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, സിനിമ കാണേണ്ടതാണ്. കാരണം സിനിമ കാണണോ കാണാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ കാഴ്ച സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയുന്നത് ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ 99% നമ്മളെല്ലാവരും ഡിജിറ്റൽ സംവിധാനം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ചതിക്കുഴികൾ അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ അയൽവാസിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും അത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത അത് മഹേഷ് നാരായണൻ നിറവേറ്റി. അതുകൊണ്ട് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ പേട്രിയറ്റ് നിർബന്ധമായിട്ട് കാണണമെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ബൈ.